ഹലോ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ റെഡിയാക്കി വെക്കുന്ന എൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വളരെ ഈസി ആയിട്ട് കുക്കർ മുട്ടക്കറി റെഡിയാക്കാറുണ്ടായിരിക്കാം. പക്ഷേ ഓരോരുത്തരുടെയും ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ ഒരു ഈസി ആയിട്ടുള്ള കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഒരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ആ ഐറ്റംസ് ഞാനിതാ സവോള ഒരു കുറച്ച് കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കൂടിയാണ് ഞാൻ ഈ മുട്ടക്കറി റെഡിയാക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ സവോളയായിരുന്നു. അതുകൊണ്ട് ഒരു 7-8 സവോള ഞാൻ വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു. പിന്നെ ഒരു 2-3 ഗ്രീൻ ചില്ലിയും വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നിരത്തി വെച്ചു. നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ച ഒരു 4-5 ഗാർലിക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നീട് നീളത്തിൽ അരിഞ്ഞു വെച്ച ഒരു 3 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എരിവെന്നൊക്കെ പറയുന്നത് നോക്കിയിട്ട് ഒരുപാട് എരിവാവണ്ട, ആവശ്യത്തിന് നോക്കിയിട്ട് എരിവിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിലർ മുട്ടക്കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇറച്ചിക്കറികൾക്കും ചിക്കൻ കറികൾക്കൊക്കെ അത് ആഡ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മുട്ടക്കറിക്കും ആഡ് ചെയ്യാറുണ്ട്. അതൊന്നും ആഡ് ചെയ്യാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുക്കർ മുട്ടക്കറിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഗ്രീൻ ചില്ലി ഇട്ടു. അതിനുശേഷം നമ്മുടെ കംപ്ലീറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള ഒന്ന് വേഗം വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഒരു കുക്കർ മുട്ടക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് പല പല പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കുകയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഒരു 1 പോട്ട് റെസിപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഒരു അര പീസ് ഒരു അര തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. തക്കാളി കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളിയൊക്കെ ചേർക്കാം. ഇവിടെ എൻ്റെ ഇക്കാക്ക് തക്കാളി വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അര തക്കാളി ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ തക്കാളി സവോളയൊക്കെ വേഗം വഴണ്ട് വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മുട്ടക്കറി റെഡിയാക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വഴറ്റാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാം. എനിക്ക് പിന്നെ ടൈം ഉണ്ടായിരുന്നു. കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി വിടുകയാണ്. ഒരു 2 മിനിറ്റ്സ് വഴറ്റി വിടുകയാണ്. ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് പെരിഞ്ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു മുട്ടക്കറിയിലേക്ക് ഞാൻ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ 2 പൊടികളും ചേർക്കുന്നില്ല. പിന്നെ മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ വെക്കാം. കുക്കറിൽ തന്നെ ഒരുപാട് രീതിയിൽ വെക്കാം. മഞ്ഞ കളറിന് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള മുട്ടക്കറി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് യെല്ലോ ഷെയ്ഡിലും ഓറഞ്ച് ഷെയ്ഡിലും മുട്ടക്കറി വെക്കാം. എല്ലാം നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് മുട്ടക്കറിയുടെ കാര്യത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഞാൻ കോമൺ ആയിട്ട് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പൊടികളെല്ലാം പച്ചമണമൊക്കെ മാറി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ തളിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പം സവോളയുടെ ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് മുട്ടക്കറി കഴിക്കണമെങ്കിൽ 1-2 വിസിൽ. എന്നാൽ സവോള നന്നായിട്ട് വെന്ത് അലിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 വിസിൽ വരെയൊക്കെ പോകാം. അപ്പോൾ എന്താണേലും ഞാൻ കേൾപ്പിച്ചത് ഒരു 3 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത്. കാരണം നമുക്ക് സവോളയുടെ ആ ഒരുപാട് കടിക്കാനും വേണ്ട, ഒരുപാട് വെന്തലിഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഫോമിൽ നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ സവോളയൊക്കെ നല്ല വെന്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള
അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് തൊലിയൊക്കെ പൊളിച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് ഞാൻ കുറച്ച് കൂടുതൽ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഡിന്നറിനും കൂടി എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈമൊന്നും ഇല്ലാതെ കുക്കിങ്ങിനൊന്നും ഒരുപാട് ടൈമൊന്നും ഇല്ലാത്തവർ, പിന്നെ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, ഇതെന്ന് പറയുന്നത് വളരെ ഒരു ബാച്ചിലേഴ്സ് യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്താണേലും ഇതെന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണുക. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക്